Good afternoon, sir. Okay, Naomi, good afternoon. Good afternoon, sir. Nikita, good afternoon. Good afternoon, sir. Sajana, good afternoon. Good afternoon, sir. Yes, Aji, good afternoon. Nadia, good afternoon. നാട്ടിലൊക്കെ മഴയൊക്കെ ഉണ്ടോ? നല്ല മഴയാ. വെരി ഗുഡ്. എവിടെയാ നാട് അജിത? പെരുമ്പാവൂര് ഓടക്കാലി. വെരി ഗുഡ്, വെരി ഗുഡ്. മലയോര മേഖലയാണ്. വെരി ഗുഡ്. പെരുമ്പാവൂരാണ്, അത് മലയോര മേഖലയല്ല. ഓ, അവിടുന്ന് കുറച്ച് ഓടക്കാലി. ആ, ഓക്കെ ഓക്കെ. അവിടുന്ന് കോതമംഗലത്ത് റൂട്ടായിട്ട് സെന്റർ ആയിട്ട് വരും. പെരുമ്പാവൂർ കോതമംഗലം സെന്റർ. യെസ്, ഓക്കെ ഓക്കെ. പെരുമ്പാവൂർ കോതമംഗലം സെന്റർ. ഓക്കെ ഓക്കെ ഓക്കെ. കേട്ടിട്ടുണ്ട് പേര്. ആ വഴിക്കൊക്കെ പോയിട്ടുണ്ട്. അശുമണ്ണൂർ പഞ്ചായത്താണ് അത്. അതെ അതെ. വെരി ഗുഡ്. ഇവിടെയും നല്ല മഴയാണ് അജി. മരങ്ങളൊക്കെ റോഡിൽ വീണ് കിടക്കുകയാണ്. ആ, എല്ലായിടത്തും അതെ. ഇവിടെ 2 ദിവസം കറണ്ട് ഇല്ലായിരുന്നു, ഇന്ന് വന്നേ ഉള്ളൂ. വെരി ഗുഡ്. കറണ്ട് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട്, അല്ലെ? കറണ്ട് വീട്ടിലെടുക്കാതിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട്. അതെ, ഞാൻ +2 എക്സാം എഴുതിയപ്പോഴാണ് എന്റെ വീട്ടിൽ കറണ്ട് വന്നത്. അതുവരെ ഞാൻ മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിലാണ് പഠിച്ചത്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. തീർച്ചയായിട്ടും അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണല്ലോ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ലെറ്റ് സ്റ്റാർട്ട്. ഞാൻ മഴയൊക്കെ ആയതുകൊണ്ട് ആളുകൾ വരട്ടെ എന്ന് ചോദിച്ചത് വെയിറ്റ് ചെയ്താണ്. 13 അല്ലേ? 13 ഈസ് എൻ അൺലക്കി നമ്പർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റും അജി? 13 ഈസ് എൻ അൺലക്കി നമ്പർ. അതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 12 കഴിഞ്ഞാൽ 12A റൂമിലൊക്കെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ 14. യെസ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ആരാ പ്രയർ ഉണ്ടോ ആരെങ്കിലും? ഞാനാണ് സർ. ഓക്കെ, പറഞ്ഞോളൂ ശ്രീജ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീ നീണാൾ വാഴേണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. താങ്ക് യു സർ. ഓക്കെ ശ്രീജ, നല്ല ഡിവോഷണൽ സോങ് ആയി. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. യെസ് യെസ്. ഇനി ആരാണ് സൈനിങ് ഓൺ? സൈനിങ് പറയട്ടെ മാം. പറഞ്ഞോളൂ.
Good afternoon, everyone. My name is Sajana Endu, and thank you for your joining today class session. You can acknowledge the unique circumstances of online learning, like welcome to our online class. And thanks for joining us from wherever you are. You can also briefly mention your experience. Let's make this a collaborative and engaging session. Please feel free to ask questions and share your thoughts throughout. I'm looking forward to a productive and insightful session with all of you. Online class welcomes should be concise due to the potential for distractions. Your energy can be contagious. Avoid overly complex. Ask questions outside feedback and create a sense of community. Consider the technical aspects of your delivery and ensure a smooth experience for the students. Thank you once again, and let's get started. Okay, Sajana, very good, very good. Very good. Yes. Ili, thought of the day? Okay. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ലെറ്റ് us start. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിയത് കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതെന്താണ് കണ്ടീഷണൽ സെന്റൻസ്, എങ്ങനെയാണ് കണ്ടീഷണൽ സെന്റൻസ് പറയുന്നത്, പിന്നെ ലാസ്റ്റ് നമ്മളൊരു ക്യാപ്ഷൻ ഓർമ്മയിൽ നിർത്തിയിട്ട് നമ്മൾ പിരിഞ്ഞു. If you work hard, you will pass. If you work hard, you would pass. If you had worked, you would have passed. Okay. അപ്പൊ ഇന്ന് നമ്മൾ അടുത്ത ഒരു യൂണിറ്റിലേക്ക് കിടക്കുകയാണ്. ആ യൂണിറ്റിന്റെ പേര് യൂണിറ്റ് നമ്പർ 14 14 ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ അതേക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന വിഷയമാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നമുക്ക് അത് പെട്ടെന്ന് അങ്ങനെ പോവാം. യെസ്, പല ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞങ്ങോട്ട് പോവാം. ടാഗ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ടാഗ് ക്വസ്റ്റ്യൻ അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ നവമി ഒരു വീട്ടിലേക്ക് ചെല്ലുന്നു ഒരു കൂട്ടുകാരിയെ കാണാൻ വേണ്ടിയാണ്. അപ്പൊ ചെല്ലുന്ന സമയത്ത് കൂട്ടുകാരി വീടിന്റെ മുൻവശത്ത് ഇരുന്ന് ചായ കുടിക്കുന്നു. അത് നവമി കണ്ടു, കൂട്ടുകാരി ചായ കുടിക്കുന്നത് നവമി കണ്ടു. എന്നാലും നവമി എന്ത് ചോദിക്കും? ചായ കുടിക്കുകയാണ് എന്ന് പറയില്ല, അതിനെ കൂടെ ഒരു വാക്കുകൂടി ചേർക്കും. ചായ കുടിക്കുകയാണ് അല്ലേ, ഈ ഒരു സംഗതി ചേർക്കില്ല. അല്ലേ, പോവുകയാണ് അല്ലേ, വരികയാണ് അല്ലേ, അല്ലേ എന്ന് ചേർക്കുന്ന ആ സംഗതിയാണ് എന്ത് ഈ ക്വസ്റ്റ്യൻ ടാഗ് കൊണ്ടിരിക്കുന്നത്. ഈസിൻഡ് ഇറ്റ്, വാസിൻഡ് ഇറ്റ്, വാസ് ഇറ്റ് എന്നെല്ലാം വരുന്ന ഈ സംഗതിയാണ് നമ്മൾ ഇത് പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗ്. അല്ലേ എന്ന് ചേർക്കുന്നതാണ്. അല്ലേ, ആ ഒരു സംഗതിയാണ് ക്വസ്റ്റ്യൻ ടാഗിന്റെ മീനിങ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെന്റൻസുകളെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. ഒരു സെന്റൻസ് ഈ ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഒന്നിനെ നമുക്ക് പോസിറ്റീവ് ടൈപ്പ് സെന്റൻസ് എന്ന് പറയാം, അടുത്തതിനെ നമുക്ക് നെഗറ്റീവ് ടൈപ്പ് സെന്റൻസ് പറയാം. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അപ്പൊ ഒരു സെന്റൻസ് കാണുമ്പോൾ അത് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് എന്നുള്ള കാര്യം നമ്മളൊന്ന് അറിയണം. കാരണം തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് അതിനുള്ള വ്യത്യാസം. If the given sentence is positive, the tag will be negative. If the given sentence is negative, the tag will be positive. അപ്പൊ അതുകൊണ്ട് ഒരു സെന്റൻസ് കാണുമ്പോൾ ഇത് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് എന്നുള്ള കാര്യം നമ്മളൊന്ന് അറിയണം. അപ്പൊ അത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? തന്നിരിക്കുന്ന വാചകത്തില് ഒരു നോട്ടോ, NOT, നോട്ട്, നെവർ എന്ന് പറയുന്ന വേർഡുകളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇല്ല, പോയിട്ടില്ല, വന്നിട്ടില്ല, ചാടിയിട്ടില്ല, പഠിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് നെഗറ്റീവ് ആണ്. ഇല്ല എന്ന് പറയുന്നതാണ് നെഗറ്റീവ്. അപ്പൊ നമുക്ക് മനസ്സിലാവും അപ്പൊ അത് നെഗറ്റീവ് ആണ്. അപ്പൊ ടാഗ് പോസിറ്റീവ് ആക്കുക. അത് ഒരു കാര്യം നമ്മൾ ഒന്നറിഞ്ഞിരിക്കും. പിന്നെ നമ്മൾ അറിയേണ്ടത്, ഒരു സെന്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസിലുള്ള ഓക്സിലറി വെർബ്, ദാറ്റ് മീൻസ് ഹെൽപ്പിംഗ് വെർബ്, അത് ഏതാണെന്നൊന്ന് കണ്ടുപിടിക്കും. അപ്പൊ ഏതൊക്കെയാണ് അത് വരിക? ഈസ്, ആം, ആറ്, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷാല്, മേ, മൈറ്റ്, ഷുഡ്, കുഡ്, വുഡ്, ഇതെല്ലാം ആ കാറ്റഗറി പെടുത്തും. ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പം ചെയ്യാനായിട്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം.
ഒന്ന് സെന്റൻസ് പോസിറ്റീവാണ് നെഗറ്റീവാണ് എന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മനസ്സിലാക്കേണ്ടത് തന്നിരിക്കുന്ന വാചകത്തിലെ ഓക്സിലറി വെർബ് ഏതാണെന്നുള്ള കാര്യം നോക്കിയിരിക്കുക. ഈ സാമാറ്, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷാല്, മേ, മൈറ്റ്, ഷുഡ്, കുഡ്, ഇതെല്ലാം ആ ഗ്രൂപ്പിൽ നമുക്ക് പെടുത്തിയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ റിപ്പോർട്ട് സ്പീച്ചിന്റെ പാസീവ് വോയിസിൽ ക്വസ്റ്റ്യൻ ഡയറിയിലേക്ക് കടക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, നെഗറ്റീവാണ് പോസിറ്റീവാണ്, സഹായിക്കുക എന്താണ്. ഓക്കെ, അപ്പൊ ഞാനൊരു വാചകം പറയാം. ആ വാചകം നിങ്ങളൊന്ന് എഴുതുക. കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഡീറ്റെയിലായിട്ട് പോകും. വാചകം എഴുതിക്കോ. ഷീ ഈസ് റീഡിങ്. അത് കഴിഞ്ഞിട്ട് ഒരു കോമ, പിന്നെ ഒരു ഡാഷ്, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ഒരു ചോദ്യവുമില്ല, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. ഒരു സെന്റൻസ് കഴിഞ്ഞ് ഒരു കോമ കഴിഞ്ഞ് ഒരു ഡാഷും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോളൂ, അത് ക്വസ്റ്റ്യൻ ടാഗ്. യെസ്, നിങ്ങളുടെ കുട്ടികളെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ അവന് വരുന്ന ഒരു കോൺവെർസേഷൻ ഉണ്ടാവും. ആ കോൺവെർസേഷനിലും ഈ സംഗതി കയറി വരും. എവിടെയെങ്കിലും അവര് ഒരു സെന്റൻസിന്റെ പകുതി കൊടുത്തിട്ട് ഒരു കോമ, ഒരു ഡാഷ്, ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ കണ്ണടച്ച് വിശ്വസിച്ചോ, അവിടെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ് സംഗതി ഉണ്ടാക്കുന്നത്. ഒരു ചോദ്യവും അതിന് പിന്നെ വേണ്ട കേട്ടോ. ഒരു സെന്റൻസ്, ലാസ്റ്റ് ഒരു കോമ, പിന്നെ ഒരു ഡാഷ്, ക്വസ്റ്റ്യൻ മാർക്ക്, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, അപ്പൊ ഇവിടെയും നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഷീ ഈസ് റീഡിങ്. അപ്പോ നദിയ ഓക്കെ, സുജിത, യെസ്. നമുക്ക് അറിയാൻ പാടില്ലാത്തവരെ കൂടി വേണ്ടി പറയാം നമുക്ക്. ഓക്കെ 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 യെസ്. സജന. ഓക്കെ, ഈ സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ സജനയുടെ ഒരു നോട്ടത്തില്? ഷീ ഈസ് റീഡിങ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ് അല്ലേ? എന്തുകൊണ്ടാണ് നെഗറ്റീവ്? ഷീ ഈസ് റീഡിങ് എന്ന് പറഞ്ഞപ്പോൾ സജന പറയുന്നു ഈ സെന്റൻസ് നെഗറ്റീവ് ആണ്. ഇനി നെഗറ്റീവ് അതിനെ പോലെ ഞാൻ പറയാം, നെഗറ്റീവ് അല്ല എന്ന അഭിപ്രായമുള്ള ഒരു അങ്കിത പറയുന്നത് പോസിറ്റീവ് ആണെന്ന്. പോസിറ്റീവ് ആണ്. നവമി പറയുന്നത് പോസിറ്റീവ് ആണെന്ന്, നിമ്മി പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പൊ സജന നോക്കി, ഷീ ഈസ് റീഡിങ്, അവൾ വായിക്കുകയാകുന്നു. നല്ല കാര്യമല്ലേ പറയണേ? വായിക്കുന്നില്ല എന്നല്ലല്ലോ, വായിക്കുകയാകുന്നല്ലേ പറയണേ. അപ്പൊ അതെന്താണ്? സോറി സർ, ഞാൻ റെഡി മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ റീഡിങ് ആണ്. ഷീ ഈസ് റീഡിങ്. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ ഷീ ഈസ് റീഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം അത് എന്ത് വാചകമാണത്? പോസിറ്റീവ് ആയിട്ടുള്ള വാചകമാണ്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ നിന്നും ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അതിലൊന്ന് പുറത്തേക്ക് എടുക്കുക. അപ്പൊ സജന, ഈ ഗിവൺ സെന്റൻസിലെ ഓക്സിലറി വെർബ് ഏതാണ്? ഷീ ഈസ് റീഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഹെൽപ്പിംഗ് വെർബായിട്ടുള്ള വെർബ് ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സാമാർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷാല്, മേ, മൈറ്റ്, ഷുഡ്, കുഡ് എന്ന് പറഞ്ഞില്ലേ? അതിൽ പെട്ടത് ഏതാണ്? ഈസ് അല്ലേ? ഈസാണ്. ഓക്കെ, അപ്പൊ ഈസിനെ നമ്മളൊന്ന് പുറത്തേക്ക് എടുത്ത് എഴുതി. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയപ്പോ മനസ്സിലായിരുന്നു ഈ തന്നിരിക്കുന്ന സെന്റൻസ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ അതിന്റെ ടാഗ് നെഗറ്റീവ് ആക്കണം. അതുകൊണ്ട് ഈസിന്റെ കൂടെ ഒരു പ്ലസ് എന്ന് എഴുതിയിട്ട് ഒരു നോട്ട് കൂടി ചേർക്കുകയാണെങ്കിൽ നമ്മൾ NOT നോട്ട്, ഈസ് പ്ലസ് നോട്ട്. ഈസ് പ്ലസ് നോട്ട് എന്നുള്ളത് നമുക്ക് ചുരുക്കി വേണമെങ്കിൽ ഈസിൻഡ് എന്ന് പറയാം. ISN'T, ഈസിൻഡ്. ആരെങ്കിലും പേജ് നമ്പർ പറഞ്ഞു കൊടുത്തേ? ഈസിൻഡ്. സബ്ജക്ട് എന്താണ്? ഷീ. ഈസിൻഡ് ഷീ. രണ്ടിന്റെ ആൻസർ 2 മാർക്കാണ് കിടക്കുന്നത്. 129 കേട്ടോ. യെസ്, ഈസിൻഡ് ഷീ. അപ്പൊ നോക്കിയേ, ഷീ ഈസ് റീഡിങ്, കോമ, ഡാഷ്, ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ആദ്യം തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കി. തന്നിരിക്കുന്ന വാചകത്തിൽ നിന്ന് ഹെൽപ്പിംഗ് വെർബ് എടുത്തു. അപ്പോൾ പോസിറ്റീവ് തന്നിരിക്കുന്ന വാചകമായതുകൊണ്ട് നെഗറ്റീവ് ആക്കാൻ വേണ്ടി നോട്ട് കൂടി ചേർത്തു. അപ്പൊ
ഈസിന്റെ എന്തായി ISN'. അപ്പൊ ഈസ് പ്ലസ് നോട്ടിനെ ഈസിന്റെ എന്നും ആർ പ്ലസ് നോട്ടിന് ആറിന്റെ എന്നും വാസ് പ്ലസ് നോട്ടിന് വാസിന്റെ എന്നും വേർ പ്ലസ് നോട്ടിന് വേറിന്റെ എന്നും ഹാസ് പ്ലസ് നോട്ടിന് ഹാസിന്റെ എന്നും ഹാവ് പ്ലസ് നോട്ടിന് ഹാവിന്റെ എന്നും ഹാഡ് പ്ലസ് നോട്ടിന് ഹാഡിന്റെ എന്നും അങ്ങനെ ആ നോട്ട് ചേർത്ത് അങ്ങോട്ട് പറയാ. അത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ട് അതിൻ്റെ അത് ലാസ്റ്റ് ഒരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. യെസ്, അവിടെ നിൽക്കട്ടെ. ഇനി ഇതേ സെന്റൻസിനെ ഞാനൊന്ന് മാറ്റി പറയുന്നത്. രണ്ടാമത്തെ സെന്റൻസ് ഷീ ഈസ് നോട്ട് റീഡിങ്. ഷീ ഈസ് നോട്ട് റീഡിങ് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഷീ ഈസ് നോട്ട് റീഡിങ്. ഓക്കെ, ആര്യ രാകേഷ്. യെസ്, സമീറ. ഓക്കെ സമീറ, ഈ തന്നിരിക്കുന്ന വാചകം, അതായത് ഷീ ഈസ് നോട്ട് റീഡിംഗ് എന്ന് പറയുമ്പോൾ സമീറയുടെ ഒരു നോട്ടത്തിൽ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്? നെഗറ്റീവ്. നോട്ട് വന്നിട്ടുണ്ട്. പിടിക്ക്, കൊള്ളാം, കറക്റ്റ് ആണ് നോട്ട്. പിന്നെ നമ്മൾ അർത്ഥം നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അവൾ വായിക്കുകയാകുന്നില്ല, ഇല്ല എന്ന് പറയല്ലേ? യെസ്. അല്ല, നമ്മൾ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇല്ല 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 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് പറയല്ലേ എന്ന് പറയാറില്ല. എന്തെങ്കിലും ഉണ്ടെന്ന് പറയൂ എന്ന് പറയല്ലേ? എന്ന് പറഞ്ഞ പോലെ ഷീ ഈസ് നോട്ട് റീഡിങ്, അവൾ വായിക്കുകയാകുന്നില്ല. അപ്പൊ സംഗതി എന്താണ്? നെഗറ്റീവ് ആണ് വാചകം. അതുകൊണ്ട് ഇതിന്റെ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. യെസ്. ഇനി നമുക്ക് വേണ്ടത് ഓക്കെ ജിനി, ഈ തന്നിരിക്കുന്ന വാചകത്തിൽ നിന്നും ആ ഹെൽപ്പിംഗ് വെർബിനെ പുറത്തേക്ക് എടുക്കാം. ഹെൽപ്പിംഗ് വെർബ് ഏതാണ്? ഈസ് അല്ലേ? ഈസാണ്. ഇതിനെ പിന്നെ നമ്മൾ നെഗറ്റീവ് ആക്കണ്ട. കാരണം എന്താണ്? തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണ്. പിന്നെ നമ്മൾ വീണ്ടും നെഗറ്റീവ് ആക്കണ്ട. ഈസ് ഷീ എന്ന് എഴുതി കഴിഞ്ഞാൽ എന്റെ ആൻസറായി. ഈസ് ഷീ എഴുതി കഴിഞ്ഞാൽ ആൻസറായി. വെരി സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ആദ്യം നോക്കണം. ആ തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ ടാഗ് പോസിറ്റീവ് ആക്കണം. തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ തന്നിരിക്കുന്ന വാചകത്തിൽ എന്ത് നോക്കണം? ഹെൽപ്പിംഗ് വെർബ് നോക്കണം. ഈസ്, ആറ്, വാസ്, വേറെ എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവും ഇല്ലയോ എന്ന് നോക്കണം. അങ്ങനെ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ അതിനൊന്ന് പുറത്തേക്ക് എടുക്കുക. നെഗറ്റീവ് ആക്കണമെങ്കിൽ ഒരു നോട്ട് അതിന്റെ കൂടെ ചേർക്കുക. നെഗറ്റീവ് ആക്കണ്ട എങ്കിൽ നോട്ട് ചേർക്കണ്ട. ഇത്രയും ഉള്ളൂ കാര്യം. വെരി സിമ്പിൾ. വെരി സിമ്പിൾ മീൻസ് വെരി സിമ്പിൾ. യെസ്. അടുത്തത് നിങ്ങൾ എഴുതിക്കോളൂ. എഴുതിക്കോളൂ. They are teaching. They are teaching English poem. They are teaching English poem. Okay, Ginny, comma, dash, question mark. Comma, dash, question mark. They are teaching English poem. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് നിന്ന് എഴുതി. They are teaching English poem എന്നുള്ളതിന്റെ ഓക്കെ. അപ്പൊ സുജിത എഴുതിയിട്ടുണ്ട്, യുനാസിസ് എഴുതിയിട്ടുണ്ട്. They are teaching English poem. തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുക. ഹെൽപ്പിംഗ് വെർബ് കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ കേസ്. സിമ്പിൾ ആണ്. അൻകിത ഓക്കെ, നവമി ഓക്കെ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് അതിന് ആൻസർ അറിയാം. ദേ ആർ ടീച്ചിങ് ഇംഗ്ലീഷ് പോയം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ദേ ആണ്. ആറിൻഡ് ദേ, ആർ പ്ലസ് നോട്ട് ആറിൻഡ് ദേ, ആറിൻഡ് ദേ എന്ന് പറഞ്ഞു. ഓക്കെ, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ, കറക്റ്റ് ആണ്. ഓക്കെ. യെസ്, വെരി സിമ്പിൾ, വെരി സിമ്പിൾ. അടുത്തത് ഇരിക്കൂ. I was not thinking. I was
not thinking, comma, dash, question mark, comma, dash, question mark. I was not thinking. Okay, എഴുതിക്കോളൂ. അൻകിത, യുനാസിസ്, ജിനി, അമിഷ, ഈസ് എവിടെ നിന്ന് വന്നു? സൗമ്യ, സജന, അജി. അജി, ഐ വാസ് നോട്ട് തിങ്കിങ്. അപ്പൊ പിന്നെ നോട്ട് ചേർക്കണം. നവമി, വിസ്മയ, അജി. ഓക്കെ, കറക്റ്റ് ആയി. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, അപ്പൊ ഐ വാസ് നോട്ട് തിങ്കിങ്. നോട്ട്, ഓക്കെ. സിയ, നോട്ട് വന്നപ്പോ നമുക്ക് മനസ്സിലായത് നെഗറ്റീവ് ആണ്. പിന്നെ പോസിറ്റീവ് ആക്കണ്ട, നോട്ട് ചേർക്കണ്ട. പിന്നെ അപ്പൊ എന്ത് വരുള്ളൂ? വാസ് ഐ എന്നേ വരുള്ളൂ. വാസ് ഐ എന്നേ വരുള്ളൂ. ഓക്കെ, യെസ്. അടുത്തത് I am not a not a student, student. I am not a student, comma, dash, question mark. I am not a student. Amisha, Inais, Aji, Ankita, Vismaya, Sia, Ginny, Nimmi, Sumaya, Sajana, Naomi, Shonima, Ashmi, Mol, Sujita. Okay, okay. Sujita, was ever on? വാസന നേരത്തെ ഐ ആം നോട്ട് എ സ്റ്റുഡന്റ്. എന്താ പറയാ, അത് കഴിഞ്ഞു. ആമാണ് ഇതിനകത്ത് കിടക്കുന്നത്. യെസ്. അപ്പൊ ഇതിവിടെ നമുക്കറിയാം തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ്, കാരണം ഐ ആം നോട്ട് എ സ്റ്റുഡന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? നോട്ട് എ സ്റ്റുഡന്റ്. യെസ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കുക, നോട്ട് എ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ആണ്. പിന്നെ നെഗറ്റീവ് ആക്കണ്ട, പോസിറ്റീവ് മതി. പിന്നെ തന്നിരിക്കുന്ന വാചകത്തിലെ ഹെൽപ്പിംഗ് വെർബ് നോക്കിയപ്പോ ആം ആണ്. നമുക്ക് എഴുതാം ആം ഐ. ആം ഐ കറക്റ്റ് ആൻസർ. 2 മാർക്ക് നിങ്ങൾ നേടിയിരിക്കുന്നു. യെസ്. അടുത്ത വാചകം ഐ ആം എ സ്റ്റുഡന്റ്. ഐ ആം എ സ്റ്റുഡന്റ്, കോമ, ഡാഷ്, question mark, comma, dash, question mark. Yes, Amisha, you will say negative or positive or another? Saumya, Jenny. Okay. Yes. Shonima, Sajana, അൻകിത, അജി, സിയ. ഓക്കെ 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 ഓക്കെ. യെസ്. ഇതിനകത്ത് കുറച്ച് പേര് ശുദ്ധ ഹൃദയരാണ്. അവരെന്ത് ചെയ്തു? ഞാൻ മനഃപൂർവ്വം മിണ്ടായിരുന്നതാണ്. കാരണം ആരൊക്കെ ശരിയാക്കുമെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ശരിയാക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടായിരുന്നതാണ്. ഓക്കെ, 1-2 പേര് ശരിയാക്കി കേട്ടോ. നോക്ക്, ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ നിയമം കറക്റ്റാണ്. അതായത് സെന്റൻസ് നെഗറ്റീവ് ആണ്, ടാഗ് പോസിറ്റീവ്, അത് കറക്റ്റ്. തന്നിരിക്കുന്ന വാചകത്തിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്, അത് എടുക്കണം. നോട്ട് ചേർക്കണമെങ്കിൽ നോട്ട് ചേർക്കുക, നോട്ട് ചേർക്കണമെങ്കിൽ നോട്ട് ചേർക്കണം. ഓക്കെ, അതെങ്ങനെ നമുക്ക് തീരുമാനിക്കുന്നു? തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണെങ്കിൽ നോട്ട് ചേർക്കണം, തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണെങ്കിൽ നോട്ട് ചേർക്കണം. ഇവിടെ അനീഷയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോ ഐ ആം എ സ്റ്റുഡന്റ്, കോമ, ഡാഷ്, ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ഐ ആം എ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് ഒരു പോസിറ്റീവ് വാചകമാണ്. ഓക്കെ, അപ്പൊ അത് നെഗറ്റീവ് ആക്കാൻ നോട്ട് ചേർക്കണം എന്ന് മനസ്സിൽ നമ്മൾ ചിന്തിച്ചു വെച്ചു.
പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ഓക്സിലറി വെർബിനെ പുറത്തേക്ക് എടുക്കും. ഏതാണ്? ആം എന്നുള്ളതിന്റെ കൂടെ നമ്മളൊരു നോട്ട് ചേർത്തു. അങ്ങനെ ആം പ്ലസ് നോട്ട് നമ്മൾ കുറച്ചു പേര് ആമിൻഡ് എന്ന് എഴുതി. പക്ഷെ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു വേർഡ് ഇല്ല. ആമിൻഡ് എന്ന് പറയുന്ന ഒരു വേർഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇല്ല. അതുകൊണ്ട് എവിടെ ആമൈ എന്ന് പറയാം. ഓക്കെ ഐ ആം എ സ്റ്റുഡന്റ്. അപ്പൊ അതുകൊണ്ട് എവിടെയെല്ലാമാണോ ആമിൻഡ് എന്ന് എഴുതേണ്ടത് അവിടെയൊക്കെ ആറിൻഡ് എന്ന് എഴുതാവും. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആറിൻഡ് എന്നുള്ളതാണ്. ഇതൊരു എക്സെപ്ഷൻ ആണത്. പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ഇത് തന്നെ വരും. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, ആമിൻഡ് എന്ന് എഴുതേണ്ട എല്ലാ സ്ഥലത്തും ആമിൻഡ് എന്ന് എഴുതരുത്, മറിച്ച് എന്തെഴുതണം? ആറിൻഡ് എന്ന് എഴുതാവൂ. അതാണ് ഒരു എക്സെപ്ഷൻ. എവിടെയെങ്കിലും സൈഡിലൊന്ന് കുറിച്ച് വെച്ചു, നിങ്ങൾക്ക് മനസ്സിലാവുന്ന സൈസ്, നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സൈസ് നിങ്ങൾ എവിടെയെങ്കിലും സൈഡിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞത് ഇതിന്റെ നിയമങ്ങളാണ്, ഇന്നതാണ് നിയമങ്ങളാണ്. പിന്നെ ഇനി അതിനകത്ത് കുറെ എക്സെപ്ഷൻസ് വരില്ലേ, അവിടെ ഇനി അതിലൂടെയൊക്കെ നമുക്കൊന്ന് പയ്യെ ടച്ച് യെസ്. ഓക്കെ, ആദ്യം എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് കോമൺ ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ അതിനകത്ത് ഒരു എക്സെപ്ഷൻ പറഞ്ഞു, ആമിൻഡ് എഴുതരുത്. ആമൈന്ന് എഴുതാട്ടെ, അത് ശരിയാണ്. പക്ഷെ ആമിൻഡ് വരില്ല, അവിടെയൊക്കെ ആറിൻ്റെ. പിന്നെ ആൻസർ കറക്റ്റ് ആറിൻ്റെ. ഓക്കെ, ഇനി അടുത്ത ഒരു വാചകം ഞാൻ പറയാണ്, എഴുതിക്കോ. They go to Delhi. They go to Delhi, comma, dash, question mark, comma, dash, question mark. Okay, Ginny? Yes. എഴുതിക്കോളൂ. They go to Delhi. ആറ് എവിടെ നിന്ന് കിട്ടിയ അമിഷ? നവമി കണ്ടു, അജി കണ്ടു. ഓക്കെ സുജിത, ഓക്കെ സിയ, സജന, ഷോണിമ. ഓക്കെ ശരിയാണ്. ഓക്കെ, അപ്പൊ ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം, നോക്കിക്കോളൂ. ഓക്കെ, അങ്കിത, ദേ ഗോ ടു ഡൽഹി എന്നാണ് ഇവിടെ നമ്മൾ എഴുതിയത്. ദേ ഗോ ടു ഡൽഹി, അവർ ഡൽഹിയിൽ പോകുന്നു, അല്ലെങ്കിൽ അവർ ഡൽഹിയിൽ പോകാറുണ്ട്. ഇപ്പൊ സംഗതി എന്താണിത്? പോസിറ്റീവാണ്, നെഗറ്റീവ് അല്ല, നോട്ടൊന്നുമില്ല. അപ്പൊ പിന്നെ ടാഗിന്റെ അകത്ത് നോട്ട് ചേർക്കണം. അത് നമ്മൾ ഓർത്ത് മനസ്സിൽ വെച്ചു. ഇനി വേണ്ടത് ഇതിന്റെ അകത്തൂടെ ഹെൽപ്പിംഗ് വെർബ് കാണണം. ഈസ്, ആം, ആറ്, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷാൽ, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ദേ ഗോ ടു ഡൽഹി എന്ന് നോക്കുമ്പോൾ അതിന്റെ അകത്ത് അങ്ങനെയുള്ള എന്തെങ്കിലും സംഗതി ഉണ്ടോ? അങ്ങനെയുള്ള ഒരു സംഗതി ഇല്ല, അല്ലേ? അങ്ങനെ ഇല്ല, ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ ഇല്ല എങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെന്റൻസിന്റെ മെയിൻ വെർബ് നോക്കുക, പ്രധാനപ്പെട്ട ക്രിയ. മറ്റത് ഓക്സിലറി വെർബാണ്. ഇനി നോക്കുന്നത് മെയിൻ വെർബ്. ഓക്സിലറി വെർബ് ഇല്ലായെങ്കിലേ നോക്കാൻ കൂട്ടാ, ഇല്ലായെങ്കിൽ മെയിൻ വെർബ് നോക്കാം. മെയിൻ വെർബ് നമ്മൾ നോക്കി, ഗോ എന്നാണ് മെയിൻ വെർബ്, പോവുക. അങ്ങനെ മെയിൻ വെർബ് നോക്കിക്കഴിഞ്ഞതിന് ശേഷം ആ മെയിൻ വെർബിന്റെ ടെൻസ് ഏതാണെന്ന് നോക്കണം. ഗോ പ്രസന്റ് ടെൻസ്, വെന്റ് പാസ്റ്റ് ടെൻസ്, ഗോൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഗോ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി എന്താണത്? പ്രസന്റ് ടെൻസ് ആണ്, മനസ്സിലായി. പ്രസന്റ് ടെൻസ്. അങ്ങനെ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അതിന്റെ കൂടെ ഒന്നുകിൽ ഡു ചേർക്കണം, അല്ലെങ്കിൽ ഡസ് ചേർക്കണം. രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ചേർക്കണം. ഒന്നുകിൽ ഡു അല്ലെങ്കിൽ ഡസ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ഒന്നുകൂടി പറയാം. തന്നിരിക്കുന്ന വാചകത്തിൽ ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ മെയിൻ വെർബ് നോക്കണം. മെയിൻ വെർബ് നോക്കിയിട്ട് ആ മെയിൻ വെർബിന്റെ
ടെൻസ് ഏതാണെന്ന് നോക്കണം. ആ ടെൻസ് പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ ഒന്നുകിൽ ഡു വരും അല്ലെങ്കിൽ ഡസ് വരും. അതിൽ ഏത് വരും എന്നുള്ളത് നമുക്കൊന്നും കൂടി നോക്കാം. ഒന്നുകിൽ ഡു വരും അല്ലെങ്കിൽ ഡസ് വരും. അപ്പൊ ഡു ആണോ ഡസ് ആണോ വരുന്നത് എന്നുള്ളത്, ഡു ആണോ ഡസ് ആണോ വരുന്നത് എന്നുള്ളത് ഏതാണോ അതിൻ്റെ അകത്ത് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും. അപ്പൊ നമുക്ക് പറയാം. ദേ ഡു ആണെങ്കിൽ ദേ ആണെങ്കിൽ ഡു ആണ്, ദേ. വി ആണെങ്കിൽ ഡു ആയിരിക്കും, യു ആണെങ്കിൽ ഡു ആയിരിക്കും, ഐ ആണെങ്കിൽ ഡു ആയിരിക്കും, പിന്നെ പ്ലൂരൽ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിലും ഡു ആയിരിക്കും. ഇത് ഒഴിച്ചുള്ള ബാക്കി എല്ലാവരും ഏതാണ്? ഡസ് ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഡസിന്റെ കൂടെ ഏതൊക്കെ വരും? ഡസിന്റെ കൂടെ വരുന്നത് ഷീ ആണെങ്കിൽ ഡസ് ആയിരിക്കും, ഹി ആണെങ്കിൽ ഡസ് ആയിരിക്കും, ഇറ്റ് ഇത് എന്നാണെങ്കിൽ ഡസ് ആയിരിക്കും, പിന്നെ സിംഗുലർ ഒരെണ്ണമുള്ളെങ്കിലും എന്തായിരിക്കും? ഡസ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഡു ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടെ വരുന്നത്? ദേ, വി, യു, ഐ, പ്ലൂരൽ. ഡസ് ഇതിന്റെ കൂടെ ഒക്കെയാണ് വരുന്നത്? ഹി, ഷീ, ഇറ്റ് ആൻഡ് സിംഗുലർ. ഇത്രയും പിടി കിട്ടിയാലോ? ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ സെന്റൻസിലോട്ട് മടങ്ങി വരാം. ദേ ഗോ ടു ഡൽഹി. ദേ ഗോ ടു ഡൽഹി. യെസ്. അപ്പൊ നമ്മൾ അതിനകത്ത് ഓക്സിലറി വെർബ് ഇല്ല, മെയിൻ വെർബ് എടുത്തു. മെയിൻ വെർബ് നോക്കി കഴിഞ്ഞപ്പോഴെന്താണ്? ഗോ ആണ്. ഗോ പ്രസന്റൻസ് ആണ്. അപ്പൊ ഡു വരും ഡസ് വരും എന്നുള്ളത് തൊട്ടരികത്ത് കിടക്കുന്ന സബ്ജക്റ്റ് നോക്കി ദേ ആണ്. ദേ ആണെങ്കിൽ എന്താ വരുള്ളൂ? ഡൂവേ വരുള്ളൂ. അപ്പൊ ഡു. ഓക്കെ, ഡു. ഒരു പ്ലസ് ഇട്ടിട്ട് നമുക്ക് തന്നിരിക്കുന്ന വാചകം എങ്ങനെയുള്ളതാണ്? പോസിറ്റീവ് അല്ലേ? അപ്പൊ അത് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഡൂവിന്റെ കൂടെ ഒരു നോട്ട് കൂടി ചേർക്കാം. NOT, നോട്ട്. ഡു പ്ലസ് നോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോണ്ട്. ഡു പ്ലസ് നോട്ട് ഈസ് ഈക്വൽ ടു ഡോണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഡോണ്ട് ദേ. ഡോണ്ട് ദേ. ഓക്കെ, ഇവിടെ കിട്ടിയോ? യെസ്. അമീഷ, അമീഷ സർ, ഞാനിപ്പോ പറഞ്ഞൊന്ന് തിരിച്ചിങ്ങോട്ട് പറഞ്ഞു. അമീഷയാണ് വിദ്യാർത്ഥി, സ്റ്റുഡന്റ്, ടീച്ചർ ചോദിച്ചു. അതായത് they go to Delhi. അതല്ല, അതൊന്നും പറയണ്ട, ഇത് പറഞ്ഞാൽ മതി. തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ മെയിൻ വെർബ് നോക്കണം. മെയിൻ വെർബ് നോക്കിയിട്ട് ആ മെയിൻ വെർബ് പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ ഒന്നുകിൽ ഡു വരും അല്ലെങ്കിൽ ഡസ് വരും. അത് സബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കുന്നു. അതെ. ദേ, വി, യു, ഐ, പ്ലൂരൽ ഇവയുടെ കൂടെ ഡു, ഹി, ഷീ, ഇറ്റ്, സിംഗുലർ ഇതിന്റെ കൂടെ ഡസ് വരും. അങ്ങനെ പറഞ്ഞാൽ അത്രയും മതി. തന്നിരിക്കുന്ന സെന്റൻസില് സബ്ജക്ട് നോക്കുക, എന്നിട്ട് അത് ഓക്സിലറി അതില് ഓക്സിലറി ഇപ്പൊ സെന്റൻസ് ഇപ്പൊ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ സാറ് പറഞ്ഞ ദേ ഗോ ടു ഡൽഹിയിലാണെന്നുണ്ടെങ്കിൽ ഇതില് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അത് നോക്കണം. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ടാഗും, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ടാഗും വരും. ഇപ്പൊ ഇവിടെ ഗോയില് അതിന്റെ മെയിൻ ഓക്സിലറി ഡേ ആണ് വന്നിരിക്കുന്നത്. ഡേന്ന് വരുമ്പം നമ്മൾ ഉപയോഗിക്കാനുള്ളത് ഡു ഡസ് ആണ് ഉപയോഗിക്കുന്നത്. ഡസ് വരുന്നത് ഈസിന്, പിന്നെ യെസ്. ഓക്കെ, 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 വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ അനീഷ. യെസ്. ഓക്കെ, 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 ഓക്കെ. അനീഷ പറഞ്ഞു. ഓക്കെ, ഓക്കെ. ഇനി അടുത്ത ആളോടാണ് ചോദിക്കുന്നത്. ആരോടാണ്? യൂനിസ്. യെസ് സർ. എവിടെയെങ്കിലും അമീഷ പറഞ്ഞപ്പോ കയ്യിൽ നിന്ന് പോയിരുന്ന? ചെറുതായിട്ടൊന്ന് പോയി. അമീഷ പറഞ്ഞ ഒരു സ്ഥലത്ത് ചെറുതായിട്ടൊന്ന് കയ്യിൽ നിന്ന് പോയി. ആ ടെൻഷന്റെ പുറത്ത് പോയതാണ്. അമീഷയ്ക്ക് സംഗതി അറിയാം. ഒരു കാര്യം പറഞ്ഞില്ല, തന്നിരിക്കുന്ന വാചകത്തില് ഓക്സിലറി വെർബ് ഇല്ലെങ്കിലേ നമ്മളിങ്ങനെ എടുക്കാവൂ എന്നുള്ള കേസ് അങ്ങനെ പറഞ്ഞില്ല. അത് പറഞ്ഞ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, ഓക്കെ, കുഴപ്പമില്ല, കുഴപ്പമില്ല, നോ പ്രോബ്ലം. നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് എപ്പൊ തന്നെ പറയല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടിയാലോ ഓക്സിലറി വെർബ് ഇല്ലായെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം പിടികിട്ടിയാലോ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അടുത്ത എഴുതിക്കോളൂ. They
they do not drink, drink. They do not drink tea, T-E-A, tea, comma, dash, question mark. Okay, Ginny? They do not drink tea, T-E-A. അവർ ചായ കുടിക്കാറില്ല അല്ലേ എന്ന് നിങ്ങൾ ചോദിക്കണം. ഓക്കെ നൗമി? യെസ്, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഡൂ എന്ന് വരും അല്ലെ? ഡൂവും ഓക്സിലറി വെർബിൽ പെട്ടതാണ്. ഓക്കെ, വെരി ഗുഡ്. യെസ്. അടുത്ത സെന്റൻസ് ഇതാണ്. He comes, C-O-M-E-S, comes here, H-E-R-E, here, daily, D-A-I-L-Y. He comes here daily, comma, dash, question mark, comma, dash, question mark. Okay. Ginny, ഒന്നുകൂടി നോക്കൂ. He comes here daily. Okay, Nimi. സുജിത ഒന്നുകൂടി നോക്കൂ. വിസ്മയ ഒന്നുകൂടി നോക്കൂ. വിനാസിസ് ഓക്കെ. തസ്നീം, നവമി, ഷോണിമ, പ്രിയ, അമീഷ. ഓക്കെ. യെസ്. ഓക്കെ. സിയ, അജി, സജന, സൗമ്യ, ആഷ്മി മോൾ. ഓക്കെ, ഇവിടെ നോക്കിയേ, ഞാൻ എന്റെ ആൻസർ പറയാം. ഹി കംസ് ഹിയർ ഡെയിലി. അപ്പോ ഇതിന്റെ അകത്തും ഈ കംസ് അവൻ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോ എന്തില്ല, ഈ സാമാർ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, മെയിൻ വെർബ് നോക്കും. മെയിൻ വെർബ് നോക്കിയപ്പോ കംസ് ആണ്. കം എന്ന് പറയുന്നതാണ് ഹി സിംഗുലർ ആയതുകൊണ്ട് എസ് കൂടി ചേർത്തിരിക്കുന്നതാണ്. അപ്പൊ കം എന്ന് പറയുന്ന ആ വെർബ് ഏത് ടെൻസ് ആണ്? പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസ് ആകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഡു വേണം, അല്ലെങ്കിൽ ഡസ് വേണം. നമ്മളിപ്പോ പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഡു വേണോ ഡസ് വേണോ സബ്ജക്റ്റിനെ കൂടി ആശ്രയിച്ചിരിക്കുകയാണ്. സബ്ജക്റ്റ് ഇവിടെ നോക്കിയേ, ഹി അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹീയുടെ കൂടെ ഡസ് എന്നല്ലേ വരുള്ളൂ. അപ്പൊ ഡസ് ഈ നെഗറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ നോട്ട് ചെയ്തു, ഡസിൻഡ് ഹി. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത സെൻസ് എഴുതിക്കോളൂ. They went to W-E-N-T, went to Delhi. They went to Delhi. Okay, comma, dash, question mark. Very good. They went to Delhi, comma, dash, question mark. അമീഷ് എഴുതിയിട്ടുണ്ട്, അജി എഴുതിയിട്ടുണ്ട്, സി എഴുതിയിട്ടുണ്ട്, സജന എഴുതിയിട്ടുണ്ട്, നിമ്മി എഴുതി, ജിനി എഴുതി, പ്രിയ എഴുതി. ഓക്കെ. യെസ്. ഇവിടെയും ഞാനൊരു കാര്യം വിചാരിച്ചത്, ആരൊക്കെ ശരിയാക്കുമെന്ന് അറിയട്ടെ, ആർക്കൊക്കെ ഇതിനെ കുറിച്ച് അറിയാമെന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് ഞാനൊന്ന് മിണ്ടാതിരുന്നതാണ്. ഓക്കെ. ആ അപ്പോസ്ട്രോഫി അവിടുന്ന് മാറ്റിയിട്ട് എന്നിന് ശേഷം ഇടാം. ഓക്കെ, അപ്പൊ നമുക്ക് സിയ ഓക്കെ. സിയ നോക്കി,
ഇതിന്റെ അകത്തോട്ട് നോക്കുമ്പോ അതായത് ദേ വെന്റ് ടു ഡൽഹി എന്ന് പറയുമ്പോ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണ്? പോസിറ്റീവ് ആണ്. ഞാൻ സമ്മതിച്ചു. കാരണം അവർ ഡൽഹിക്ക് പോയിട്ടില്ല എന്നല്ലല്ലോ പറയുന്നത്, പോയി, പോസിറ്റീവ് ആണ്. ടാഗ് നെഗറ്റീവ് ആക്കാം, ടാഗിൽ നമ്മൾ നോട്ട് ചേർക്കണം. അത് നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നോക്കിയേ, ഇതിന്റെ അകത്ത് ഓക്സിലറി വെർബ് ഉണ്ടോ? ഈ സാമാർ, വാസുമേർ, ഹാസ്, ഹാവ്, ഹാഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെ ഇല്ല എങ്കിൽ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? മെയിൻ വെർബ് നോക്കാനല്ലേ പറഞ്ഞേക്കണേ. അപ്പൊ നമ്മൾ മെയിൻ വെർബ് ഏതാണ്? വെന്റ് അല്ലേ? ഞാനാണോ പറഞ്ഞത്? ഡൽഹിന്നാണോ പറഞ്ഞത്? ഓക്കെ 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 ഓക്കെ, ഞാൻ വെന്റിന്നാണ് കേട്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ വെന്റ് എന്ന് പറയുന്നതാണ് മെയിൻ വെർബ്, അത് ഓക്കെയാണ്. എന്നിട്ട് നമ്മൾ എന്താണ് മെയിൻ വെർബിന്റെ ടെൻസ് നോക്കണം. ഓക്കെ, വെന്റ് എന്ന് പറയുമ്പോ ഏതാ ടെൻസ്? വെന്റ് എന്ന് പറയുന്നതിന്റെ ടെൻസ് ഏതാണ്? ഗോ പെർസെന്റേജ് ആണ്. പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ്. യെസ്. അപ്പൊ നമ്മളോട് ഡു അല്ലെങ്കിൽ ഡസ് ചേർക്കാൻ പറഞ്ഞത് ഓക്സിലറി വെർബ് ഇല്ലാതിരിക്കുകയും മെയിൻ വെർബ് നോക്കുകയും ആ മെയിൻ വെർബ് പ്രസന്റ് ടെൻസിലാണെങ്കിലാണ് ഡു അല്ലെങ്കിൽ ഡസ് ചേർക്കാൻ പറഞ്ഞത്. വന്നപ്പോ ഇത് പ്രസന്റ് ടെൻസിലല്ല, ഇത് പാസ്റ്റ് ടെൻസിലാണ് എടുക്കുന്നത്. ഗോ ആണ് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? വെന്റാണ്. ഗോ അല്ലേ? അപ്പൊ ഇത് പാസ്റ്റ് ടെൻസ് ആണ്. ഇവിടെ ഡൂവും ഡസും ചേർത്തത് തെറ്റാണ്. ഇവിടെ ചേർക്കേണ്ടത് എന്താണ്? ഡിഡ് ആണ് അല്ലെ? ഡിഡ് ആണ് ചേർക്കേണ്ടത്. ഇവിടെ ചേർക്കേണ്ടത് എന്താണ്? ഡിഡ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഒരു നിയമം നമ്മൾ മനസ്സിലാക്കുന്നു. തന്നിരിക്കുന്ന വാചകത്തില് ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ മെയിൻ വെർബ്, മെയിൻ വെർബ് പ്രസന്റ് ടെൻസ്. ഓക്കെ, ചെയ്യാൻ മ്യൂട്ട് ചെയ്തോളൂ. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഒന്നുകിൽ ഡു അല്ലെങ്കിൽ ഡസ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ്. ഏതിന്റെ കൂടെയും ഡിഡ് പൊക്കോളും, അത് നിയമമൊന്നുമില്ല, എല്ലാത്തിനും ഡിഡ് ഉപയോഗിക്കും. യെസ്, ഇങ്ങനെയുള്ള കാര്യം കൂടി നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ടെൻസ് മാത്രം നോക്കിയാൽ പോരാ. സോറി, മെയിൻ വെർബ് ഇല്ലെങ്കിൽ, ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ ഏതാണ് മെയിൻ വെർബ് എന്ന് മാത്രം നോക്കിയാൽ പോരാ, അതിന്റെ ടെൻസ് നമ്മൾ അറിയും. ആദ്യം ഇതൊക്കെ ഞാൻ പറയാതിരുന്നത് നിങ്ങൾക്ക് ഈ സംഗതി എന്താണെന്ന് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. യെസ്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഒരു എക്സെപ്ഷനബിൾ നോക്കി വെച്ചു. ഒന്ന്, ആമിൻഡ് എന്ന് എഴുതേണ്ട എല്ലാ സ്ഥലത്തും ആറിൻഡ് എന്ന് എഴുതണം, ഒരെണ്ണം നമ്മൾ നോക്കി വെച്ചു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ മെയിൻ വെർബ് നോക്കുമ്പോൾ ആ മെയിൻ വെർബിന്റെ ടെൻസ് നോക്കണം. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മാത്രമേ ഡു അല്ലെങ്കിൽ ഡസ് ചേർക്കാവൂ. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എന്താ ചേർക്കേണ്ടത്? ഡിഡ് ആണ് ചേർക്കേണ്ടത്. ഓക്കെ, അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. യെസ്, ഇനി നമുക്ക് സെന്റൻസിലേക്ക് വരാം. ദേ വെന്റ് ടു ഡൽഹി എന്ന് പറയുമ്പോൾ വെന്റ് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഡിഡ് ചേർക്കണം. ഓക്കെ, ഡിഡ്. ആ നെഗറ്റീവ് ആക്കാൻ വേണ്ടി അതിന്റെ കൂടെ ഒരു നോട്ട് കൂടി ചേർക്കുമ്പോൾ ഡിഡ് പ്ലസ് നോട്ട് ഡിഡിൻഡ്. ഇതാണ് ഡിഡിൻഡ്. ഡിഡിൻഡ് ദേ, ഇതാണ് ഇതിന്റെ ആൻസർ. ഡിഡിൻഡ് ദേ എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. എനിക്കിതാ പിടി കിട്ടിയോ? അത് നിങ്ങൾ തിരിച്ചതോട് പറഞ്ഞേ. ഈ സിമ്പിൾ പാസ്റ്റിന്റെ കേസ് ഞാൻ ഈ പറഞ്ഞത് തിരിച്ചിങ്ങനെ പറഞ്ഞു. If it is sentence is past tense, we have to use did. Okay, okay, okay. We have to use did. Okay. Did. Okay, okay. Very good, very good, very good. Okay. അപ്പൊ ഈ രണ്ട് എക്സെപ്ഷണൽ കേസ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. യെസ്, ഓക്കെ. അടുത്തത് എഴുതിക്കോളൂ. I have few, F-E-W, few friends, F-R-I-E-N-D-S. I have few friends, F-R-I-E-N-D-S, comma, dash, question mark. Yes, I have few friends.
ജിനി, യെസ്, യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. സോ എല്ലാവരും വായിക്കുന്നുണ്ട് കേട്ടോ, പേടിക്കണ്ട. അച്ഛനെ വായിക്കുന്നുണ്ട്, സൗമ്യയുടെ വായിക്കുന്നുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട്. ഇവിടെ എന്ത് പറ്റുന്നറിയാം, ഞാൻ മിണ്ടാതിരുന്നതാണ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവര് ശരിയാക്കട്ടെ എന്ന് വിചാരിച്ചു. ജിനി കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ജിനി ശരിക്കും ചിന്തിച്ച് എഴുതിയത് തന്നെയല്ലേ? ഫ്യൂ നെഗറ്റീവ് അല്ലേ? വെരി ഗുഡ്. ഹാവ് ഐ, കാരണം ഈ ഫ്യൂ എന്ന് പറയുന്ന വേർഡില്ലേ, ഫ്യൂ അത് നെഗറ്റീവ് വേർഡാണ്. ഫ്യൂ FPW നമ്മൾ വിചാരിക്കും നോട്ട് ഇല്ലല്ലോ എന്ന്. അപ്പൊ ഇതൊന്നും നമ്മൾ ശ്രദ്ധയിൽ വെക്കണം. സൈഡിലോട്ട് മാറ്റി അവിടെ ഫ്യൂ ഈസ് എ നെഗറ്റീവ് വേർഡ്. ഫ്യൂ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോ ഈ സംഗതി തന്നെ കയറി വരും. ഏത്? ഈ ഫ്യൂ തന്നെ കയറി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സംഗതി പോസിറ്റീവ് ആണല്ലോ, സെന്റൻസ് നെഗറ്റീവ് ആക്കും. നെഗറ്റീവ് ആക്കരുത്. ഇത് നമ്മൾ എവിടെ പഠിച്ചെന്ന് പറയുമ്പോൾ ആർട്ടിക്കിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ സമയത്ത് ഓക്കെ ഷോണിമ, അവിടെ നമ്മൾ പറഞ്ഞ സംഗതിയാണ് ഇത്. അവിടെ എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടായിരുന്നതാണ്. ഇനി അത് കറക്റ്റ് ചെയ്തു. ഓക്കെ ഓക്കെ ഷോണിമ, വെരി ഗുഡ്. ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ആണ്. നേരെ മറിച്ച് ഈ സെന്റൻസിൽ ഞാൻ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് എന്നുള്ളത് എന്റെ ആൻസർ എന്ത് വരും? ഹാവ് ഐ. ഇതാണ് കറക്റ്റ് ആൻസർ. ഹാവ് ഐ. ഹാവിന്റെ എല്ലാവരും എഴുതിയത്. കാരണം ഈ ഫ്യൂ കണ്ടു കഴിഞ്ഞപ്പോ മൈൻഡ് ചെയ്തില്ല, ഇഷ്ടപ്പെട്ടില്ല. ഓ യെസ് അല്ലേ? ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഇത് ഇത്രയൊക്കെ ഉള്ളൂ, പക്ഷെ ആ കിടക്കുന്ന ഐറ്റം ആറ്റിനായിട്ട് വരും. യെസ്, അത് തന്നെ നമുക്ക് വേറെ രീതിയിൽ പറയാം. എനിക്ക് അടുത്ത സെൻറ്റൻസ് I have a few friends. A few friends, comma, dash, question mark, comma, dash, question mark. ഓക്കെ 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 ഓക്കെ, ശരി 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 ശരി. ഓക്കെ, അമീഷ, തസ്ലീമ, യൂനിസ്, ഷോണിമ, സിയ, അൻകിത, നിമ്മി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു, എ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണ്. കുറച്ച് എന്നുള്ള അർത്ഥത്തിൽ എ ഫ്യൂ ആണ്. വെറുതെ ഫ്യൂ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നത്തിങ് മീനിങ്, ഓൾമോസ്റ്റ് നത്തിങ്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എ പോസിറ്റീവ് ടൈപ്പ് സെന്റൻസ്. അതുപോലെ തന്നെ വേറൊരു സംഗതി പറയാം. There is little water in the cup. There is little water in the cup. CUP, cup, comma, dash, question mark. Okay. തസ്നീം, ഈ ഫ്യൂ പോലെ ഒരു പ്രശ്നക്കാരനായ ഒരു വാക്കാണ് ഈ ലിറ്റിൽ. ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ്. ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് പോസിറ്റീവ് ആവുള്ളൂ. ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെഗറ്റീവ് ആണ്. അപ്പോ ഇതിന്റെ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, നേരെ മറിച്ച് നേരത്തെ പറഞ്ഞില്ലേ, എ ഫ്യൂ എന്ന് പറഞ്ഞാൽ എ ലിറ്റിൽ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണ്. അപ്പോഴാണ് പോസിറ്റീവ്, അപ്പൊ നെഗറ്റീവ് ആവാൻ പറ്റും. യെസ്, ഓക്കെ. എണ്ണാൻ പറ്റുന്ന സംഗതികളുടെ കൂടെ ഫ്യൂവും എണ്ണാൻ പറ്റാത്തതിന്റെ കൂടെ എന്തു ലിറ്റിലുണ്ട്. ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത സെന്റൻസ്. I seldom, SELDOM,
seldom write, W-R-I-T, write stories, S-T-O-R-I-E-S. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുന്ന സൈഡിൽ ഫ്യൂ നെഗറ്റീവ് ആണ്, ലിറ്റിൽ നെഗറ്റീവ് ആണ്. എന്നാൽ എ ഫ്യൂവും എ ലിറ്റിലും പോസിറ്റീവ് ആണ്. സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. യെസ്, ഇപ്പൊ ഞാനിപ്പോ പുതിയൊരു വാചകം പറഞ്ഞിട്ടുണ്ട്. ഐ സെൽഡം റൈറ്റ് സ്റ്റോറീസ്, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, okay, no problem. Okay, I appreciate you very much. Okay, Sujita, no problem. Yes. Yes. Okay. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് വരാം. ജിനി ജോണി. Yes, sir. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എഴുതിയേക്കുന്ന വാചകമുണ്ട്. ജിനി ജോണിയുടെ ആൻസർ എന്തായിരുന്നു? എനിക്ക് അത് ക്ലിയർ ആയിട്ടില്ല ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ജിനി ജോണിനെ തന്നെ പിടിക്കാം. ഐ സെൽഡം റൈറ്റ്, W-R-I-T, റൈറ്റ് സ്റ്റോറീസ്. ഓക്കെ, അപ്പൊ ജിനി ഇതിൻ്റെ അകത്ത് സ്റ്റോറീസ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഈ സാമാർ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് മെയിൻ വെർബ് നോക്കണമെന്ന് പറഞ്ഞു. ഇല്ല, അതോടെ മെയിൻ വെർബ് ഏതാണ്? സെൽഡം അല്ല, റൈറ്റ് ആണ് മെയിൻ വെർബ്. റൈറ്റ്, റോട്ട്, റിട്ടൺ. അല്ല, മെയിൻ വെർബിന് എപ്പോഴും 3 ടെൻസ് നമുക്ക് പറയാൻ പറ്റും. റൈറ്റ്, റോട്ട്, റിട്ടൺ. ഓക്കെ, അപ്പൊ നമുക്ക് റൈറ്റ് നമുക്ക് എടുത്തു. റൈറ്റ് എന്ന് പറയുമ്പോ പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്? പാസ്റ്റ് അല്ല, പ്രസന്റ്. യെസ്, ഓക്കെ, പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ ഒന്നിലേക്ക് ഡു വരണം, അല്ലെങ്കിൽ ഡസ് വരണം. ഓക്കെ, ആം ഐ റൈറ്റ്? ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി ഐ അല്ലേ സബ്ജക്ട് വന്നേക്കണേ. അപ്പൊ എന്ത് വരും? ഡു ആണോ? ഡു വരും. ഡു ആണെന്നല്ല, ഡു വരും. അപ്പൊ ഡു വെച്ചെന്ന് പറഞ്ഞേ. ഡോണ്ട് ഐ. ഇതാണ് മിക്കവരും എഴുതിയത്. പക്ഷേ ഇതിന്റെ അകത്തൊരു പ്രശ്നക്കാരനായ വേർഡ് കിടപ്പുണ്ട്. അത് ഏതാണ്? ഈ സാധനം, ഈ സെൽഡം. സെൽഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് വേർഡാണ്. അപ്പൊ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഇത് നോട്ട് ഉണ്ടാവണം, നെവർ ഉണ്ടാവണം, ഇത് മാത്രം ചിന്തിച്ചാൽ പോരാ. ലിറ്റില് നെഗറ്റീവാണ്, ഫ്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. ഈ വാക്ക് സെൽഡം എന്ന് പറഞ്ഞാലും എന്താണ്? ഇറ്റ്സ് എ നെഗറ്റീവ് വേർഡ്. അതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ എന്ത് വരും? ഡു ഐ. നമ്മള് നല്ലവരായതുകൊണ്ടും ഓക്കെ, അത് നമുക്ക് വരാം. സുജിത, നമുക്ക് അങ്ങോട്ട് വരാം. യെസ്, ലെറ്റ് വെച്ചുള്ളവരൊക്കെ നമുക്ക് വരുന്നുണ്ട്. യെസ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഡു ഐ. ഓക്കെ, അടുത്തത്. അപ്പൊ നിങ്ങൾ സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചോട്ടെ. സെൽഡം ഈസ് എ നെഗറ്റീവ് വേർഡ്. സോറി, സെൽഡം പറഞ്ഞാൽ എന്ത് സാർ? അതൊക്കെ അറിയാത്തതാണ് ചോദിച്ചത്. നത്തിങ്. ഓക്കെ സർ. നത്തിങ് എന്നുള്ളതിന്റെ വേറൊരു വേർഡാണ് സെൽഡം. യെസ്, അതുപോലെ തന്നെ വേറൊരു വേർഡ് കൂടി ഉണ്ട്, പറയാമോ ആർക്കെങ്കിലും? യെസിൽ തുടങ്ങുന്നൊരു വേറൊരു വേർഡ് കൂടി ഉണ്ട്, സ്കേഴ്സ്ലി. സ്കേഴ്സ്ലി എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ നെഗറ്റീവ് വേർഡാണ് കേട്ടോ. അതുകൂടി സൈഡിൽ എവിടെയും കുറിച്ച് വെച്ചു. സെൽഡത്തിനൊപ്പം തന്നെ സ്കേഴ്സ്ലി. ഞാനിപ്പോ അതുകൂടി പറയാൻ പോയി. ഇപ്പൊ 54 ആയതുകൊണ്ട്, സമയം 54 ആയതുകൊണ്ട് ഓൾമോസ്റ്റ് നത്തിങ് എന്നാണ് സെൽഡം. ഐ സെൽഡം റൈറ്റ് സ്റ്റോറീസ്. ഞാൻ കഥ എഴുതാറില്ലെന്നർത്ഥം. ഞാൻ കഥ എഴുതാറില്ല. അതുപോലെ തന്നെ വേറെ വേർഡാണ് സ്കേഴ്സ്ലി. SCARCELY. സ്കേഴ്സ്ലി. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ നോക്കിയത് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞത് ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലേ എന്നർത്ഥം വരുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞു.
ആ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സെന്റൻസ് നമുക്ക് രണ്ടായിട്ട് വിഭജിക്കണം, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ്. തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്, തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്, പോസിറ്റീവ് ടാഗ് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ്. അത് നമ്മൾ പറഞ്ഞു. പിന്നെ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ എളുപ്പമാണ് കാര്യങ്ങൾ. അതിന്റെ കൂടെ നോട്ട് ചേർക്കണ്ടെങ്കിൽ ചേർക്കണ്ടേ, ഭയങ്കര എളുപ്പമാണ്. ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ ഇത് നോക്കണം നമ്മൾ, മെയിൻ വെർബ് നോക്കണം. മെയിൻ വെർബ് മാത്രം നോക്കിയാൽ പോരാ, അതിന്റെ ടെൻസും കൂടി നോക്കണം. ആ ടെൻസും കൂടി നോക്കിയിട്ട് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ്, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ്. പിന്നെ ഒരു സെന്റൻസ് നെഗറ്റീവ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നോട്ട് ഉണ്ടോ നെവർ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരാ, ലിറ്റിൽ ഉണ്ടോ എന്ന് നോക്കുക, ഫ്യൂ ഉണ്ടോ എന്ന് നോക്കുക, സെൽഡം ഉണ്ടോ എന്ന് നോക്കുക, സ്കേഴ്സിലി എന്ന് പറഞ്ഞ നോക്കുക. ഇത്രയും വാക്കുകളും എന്ത് തന്നെയാണ്, നെഗറ്റീവ് ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കും. ഓക്കെ, ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പറഞ്ഞ കാര്യങ്ങൾ പിടികിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് പണ്ട് കാലത്ത് പഠിച്ചതിന്റെ ഒരു ജസ്റ്റ് ഒരു റിവൈൻഡിങ്. ഓക്കെ ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. യെസ്, അപ്പോ ഇന്ന് ആരാണ് സൈൻ ഓഫ്? സെൽഡം ആണോ സോണിമ? സർ അതിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണോ? ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ്. ഓക്കെ, ഓൾമോസ്റ്റ് നത്തിങ് ആണ് കേട്ടോ. ഓക്കെ, സൈൻ ഓഫ് ഉണ്ടോ? സൈൻ ഔട്ട് പറയാം സർ. ഓക്കെ ഓക്കെ, സജന പറഞ്ഞോളൂ. Today I got an opportunity to say sign out. First of all, I would like to say thanks, Job sir. As we come to the end of today's class session, I would like to thank you for your guidance and support throughout the lesson. Your explanation and examples helped us understand. Before we go, I would like to remind everyone to review their notes. Think about how can apply what we learned today to our lives. Let's all try to care of ourselves both physically and mentally. Thank you again, sir, for a great class session. We are looking forward to the next one. Okay, friends, let's hope for the best. Signing off. ഓക്കെ Bye. ഓക്കെ ഓക്കെ ഓക്കെ, ഓക്കെ ഓക്കെ. അടുത്ത പ്രാവശ്യത്തിലേ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറയുകയാണ്. അതും കൂടി നിങ്ങൾ നമ്മളിവിടെ പലപ്പോഴും ഫസ്റ്റ് നെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു സബ്ജക്റ്റ് പറയുക, സിമ്പിൾ സബ്ജക്റ്റ് ആണ്. നമുക്കറിയാം രണ്ട് ടൈപ്പ് വിവാഹമുണ്ട്. വൺ ഈസ് ലവ് മാരേജ്, നെക്സ്റ്റ് വൺ ഈസ് അറേഞ്ച്ഡ് മാരേജ്, അല്ലെ? രണ്ട് ടൈപ്പ് ഉണ്ട്. അറേഞ്ച്ഡ് മാരേജിനെ അനുകൂലിക്കുന്നവരുണ്ട്, ലവ് മാരേജിനെ അനുകൂലിക്കുന്നവരുണ്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ഐ പ്രിഫർ ലവ് മാരേജ് ബിക്കോസ് ഒരു 3-4 കാരണം നിങ്ങൾ കണ്ടെത്തുക. അത് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ പറയും. ഐ പ്രിഫർ അറേഞ്ച്ഡ് മാരേജ് ബിക്കോസ് നിങ്ങൾക്ക് രണ്ടും തമ്മിൽ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ കുറച്ചുപേര് പോയിട്ടുണ്ട്, അവരോട് നമ്മൾ പറഞ്ഞേക്കുക, നമ്മൾ ഈ ഒരു വിഷയമാണ് അടുത്ത ആഴ്ച നമ്മൾ ഇങ്ങോട്ട് പറയുന്നത്. നിങ്ങൾ വെറുതെ ഇത് എഴുതി പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ ആ മെയിൻ പോയിന്റ് മാത്രം നോക്കിയാൽ മതി. വിച്ച് പോയിന്റ്, ഓൺ വിച്ച് പോയിന്റ് ദാറ്റ് ഐ ഷുഡ് ആർഗ്യൂ. എന്റെ വാദങ്ങൾ ഏത് ആർഗ്യുമെന്റിലാണ്? ഇപ്പൊ നമുക്ക് പറയാം, ഇഫ് ദർ ഇസ് എൻ അറേഞ്ച്ഡ് മാരേജ്, ദർ ഇസ് ദ ബോണ്ടിങ് ബിറ്റ്വീൻ ടു ഫാമിലീസ്. There will be a strong support from two families. If we need a financial help, two families will support us. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, if it is an love marriage, there will be great bonding between the couples. There will be more liberty. We know our partner even before the marriage. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാമല്ലോ. അപ്പൊ നമ്മുടെ വിഷയം പറഞ്ഞതാണ് ഇത്. പിന്നത്തെ പ്രാവശ്യം വരെ വേറെ വിഷയം. ഇപ്പൊ കുറച്ചൊക്കെ നമ്മൾ ഇംഗ്ലീഷൊക്കെ നോക്കിയില്ലേ, അതിന്റെയൊക്കെ അടിസ്ഥാനം തെറ്റിക്കോട്ടെ മക്കളെ, നോ പ്രോബ്ലം. അടുത്ത പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുന്നു പറയുന്നു. ആർ യു റെഡി? അൻകിത, ആർ യു റെഡി? യെസ്, ഓക്കെ. അപ്പൊ ഓക്കെ, ലവ് മാരേജ് ആൻഡ് അറേഞ്ച്ഡ് മാരേജ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് സുനിത. നിങ്ങൾ അപ്പൊ ഞാൻ വേറെ വിഷയങ്ങൾ പറയാത്തത് കൊണ്ടാണ്. ഇതാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പറയാനായിട്ടുള്ള വാക്കുകളുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഒരുപക്ഷെ ചുറ്റുപാടുമുള്ള ജീവിതങ്ങളിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ സ്വന്തം ജീവിതത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. യെസ്, മൈ മാരേജ് വാസ് ലവ് മാരേജ് ബട്ട് ഐ പ്രിഫർ അറേഞ്ച്ഡ് മാരേജ് ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് പറയും. ഇത് പറയുന്ന കുട്ടികളുണ്ടാവാം ഒരുപക്ഷെ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വ്യൂ പറഞ്ഞാൽ മതി.
നമ്മളത് ഇംഗ്ലീഷിൽ പറയുന്നു. ഇനി ഇവിടെ നിങ്ങളുടെ കുറച്ച് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഓരോ വിഷയങ്ങൾ ഞാൻ പറയും, ആ വിഷയത്തെ കുറിച്ച് പറയും. ഇത് നേരത്തെ പറയേണ്ടതല്ല, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അപ്പൊ തന്നെ പറയിപ്പിക്കേണ്ടതാണ്. പിന്നെ MT10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല പിള്ളേരായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾ എഴുതി പ്രിപ്പയർ ചെയ്യേണ്ട, ജസ്റ്റ് ആ പോയിന്റ് മാത്രം ഓർത്തിരിക്കുക. നമുക്ക് അതാണ് വേണ്ടത്, ആ പോയിന്റ് മാത്രം ഓർത്തിരിക്കുക. ക്ലാസ്സുകളിലൊക്കെ ചെല്ലുമ്പോൾ അത് വേണ്ടി വരും. നമുക്കിതൊക്കെ പഠിച്ചിട്ട് പോകാൻ പറ്റും. നമ്മൾ ആ മെയിൻ പോയിന്റ് ഓർത്തിരിക്കും. മറ്റേ വിഷയത്തെ കുറിച്ച് 2 സെന്റൻസ്, ഇതിനെ കുറിച്ച് 2 ഇതിനെ കുറിച്ച് 2 ഓക്കെ. അപ്പോഴും 10-15 മിനിറ്റ് ആയി ഇങ്ങനെ പോകേണ്ടി വരും പല സ്ഥലത്ത്. അപ്പൊ അതിനുള്ള ഒരു പ്രാക്ടീസും കൂടിയാണ്. മെയിൻ പോയിന്റ് മാത്രം എഴുതിയാൽ മതി. അത് നിങ്ങൾ മനസ്സിൽ ഈ പോയിന്റ് വെച്ചിട്ട് ഞാൻ 2 സെന്റൻസ് പറയും. ഇതിനെ അടുത്ത പോയിന്റ് അതിനെ കുറിച്ച് 2 സെന്റൻസ്, ഇതിനെ കുറിച്ച് അങ്ങനെ ഓക്കെ സജന, അങ്ങനെ നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുക. ഇനി നമുക്ക് ഇങ്ങനെ പറയണം. ഓക്കെ, ഇനി ഭാവിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു സ്വാഗത പ്രസംഗം പറയും. അത് കറക്റ്റ് ഇംഗ്ലീഷിൽ ഒരു മീറ്റിംഗിൽ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, ആശംസാ പ്രാസംഗികൻ ഇവരൊക്കെ ഇരിക്കുമ്പോൾ നമ്മളാണ് സ്വാഗതം പറയുന്നത്. ടീച്ചറായിരുന്നു നിങ്ങൾ കയറി സ്വാഗതം പറയാമെന്ന് പറഞ്ഞാൽ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ കയറി വന്നെടുത്ത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു വെടിക്കുള്ള മരുന്ന് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. യെസ്, ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പൊ ഇന്ന് കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ട്, അവരോടൊന്ന് പറഞ്ഞേക്കാം. അവരിൽ നാളെ വരുമ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ അയ്യോ ഞങ്ങൾ കേട്ടില്ല എന്ന് പറയാൻ ഇടവരുത്തണ്ട. അതുകൊണ്ട് അവരോട് കൂടി ഒന്ന് സൂചിപ്പിച്ചേക്കാം. ഓക്കെ, വിഷ് ഓൾ ദി ബെസ്റ്റ്, സ്റ്റേ സേഫ്. ഓക്കെ, Thank you, sir. Thank you, sir. ഓക്കെ.